അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥന മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇത് കേൾക്കുകയും നമ്മളെ സുഹൃത്തുക്കളിലേക്ക്, നമ്മളെ കുടുംബക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്, ഏറെ പുണ്യമുള്ള ഒരു പ്രാർത്ഥന. സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ആ ദുആ അള്ളാഹു സ്വീകരിച്ചു എന്നാണ്. സക്കരിയ നബി അള്ളാഹു തആലയോട് ദുആ ചെയ്ത് അള്ളാഹു സ്വീകരിച്ചു. സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ സ്വീകരിക്കാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരുപാട് വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഥവാ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ദുആ, നല്ല ആളുകളുടെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുആ, അങ്ങനെ അല്ലാഹു തആലയുടെ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതകരമായ കഴിവുകൾ കാണുമ്പോൾ അവിടെയുള്ള ദുആ, ഇങ്ങനെ തുടങ്ങിയ ദുആ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ നിരവധിയാണ്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കും. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായിരുന്നില്ല, വയസ്സായി, ഒരുപാട് പ്രായമായി. ആ മഹാനുഭാവൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഖുർആൻ പറയുന്നുണ്ട്, വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. അല്ലാഹുവേ, ഒരു സാലിയായ ഒരു സന്താനത്തെ എനിക്ക് നൽകണം അല്ലാ, ഒന്നെ ഒറ്റക്കാക്കല്ലേ അല്ലാ, നല്ലൊരു അനന്തരാവകാശി എനിക്ക് നീ തരണം അല്ലാ എന്നാണ് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത്. സൂറത്ത് മറിയമിൻ്റെ ആദ്യത്തെ വചനങ്ങൾ മുഴുവനും അതാണ്. ഖാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാൻ ഖഫിയ. قال رب إني وهن العظم مني واستعل الرأس شيبا. അല്ലാഹുവേ, എൻ്റെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി റബ്ബേ, എൻ്റെ തല നിരയാൽ പ്രകാശിച്ചു തുടങ്ങി റബ്ബേ, എന്നാലും വലം അകും ബിദുആയിക റബ്ബി ശഖിയ. നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും എനിക്ക് നിരാശ ഉണ്ടാവില്ല, നീ എന്നെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറായി വകാനത് ഇംറഅതി ആഖിറ. അല്ലാഹുവേ, എൻ്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ്, എന്നാലും ഫഹബ്ലി മിൻ ലദുൻക വലിയ. അല്ലാഹുവേ, നിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം എനിക്ക് ഉണ്ടാകണം റബ്ബേ. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജഅൽഹു റബ്ബി റളിയ. ഇത് ഇങ്ങനെയുള്ള ദുആകളൊക്കെ നടത്തിയപ്പോൾ സൂറത്ത് ആലു ഇമ്രാനിൽ അല്ലാഹു പറയുന്നുണ്ട്, മറിയം റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന അന്നത്തെ ഒരു യതീമത്തായ, ഒരു സാലിഹത്തായ ഒരു പെൺകുട്ടി, അവരുടെ പിതാവ് മരണപ്പെട്ടു. അവരുടെ കുടുംബം വല്ലാതെ വിഷമത്തിലായി. ആ സമയത്ത് അവരെ കാര്യങ്ങൾ ആരാണ് ഏറ്റെടുക്കുക, അവരാരാണ് പരിപാലിക്കുക എന്നുള്ള വിഷയത്തിൽ ജനങ്ങളൊക്കെ തിക്കും തിരക്കുമായി. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ
നോക്കിക്കൊള്ളാം, ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. കാരണം ഒരു യതീമത്തിനെ പരിപാലിക്കുകയാണ്, അതൊരു സ്വാലിയത്തായ ഒരു പെൺകുട്ടിയാണ്. അവരെയൊക്കെ പരിപാലിച്ചാൽ അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുമല്ലോ പരലോകത്ത് ചെല്ലുമ്പോൾ. ഈ ഒരു കാര്യത്തിന് വേണ്ടി ആ നാട്ടുകാർക്ക്, നാട്ടിലുള്ള പ്രധാനികൾക്കൊക്കെ എനിക്ക് കിട്ടണം എന്നായി. അപ്പോൾ അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചു, ഞങ്ങളൊരു ചെറിയൊരു മത്സരം സംഘടിപ്പിച്ചോളൂ, അതിൽ വിജയിക്കുന്നവരാരാ അവർക്ക് ഈ കുട്ടിയെ പരിപാലിക്കാം. ഈ ചരിത്രത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, എല്ലാവരോടും നൈനദിയിലൊരു പേന കൊണ്ടുപോയി ഇടാൻ പറയും. ആരുടെ പേനയാണ് ഉയർന്നു കിടക്കുന്നതെങ്കിൽ അവർക്ക് ഈ കുട്ടിയെ പരിപാലിക്കാം. പക്ഷേ സക്കരിയ നബി അലൈഹിസ്സലാമിനാണ് കുട്ടിയെ പരിപാലിക്കാനുള്ള ഭാഗ്യവും അവസരവും ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ഖുർആൻ ഇനി നമ്മളോട് പറയുന്നത്. അതായത് കുട്ടിയുണ്ടാകാനുള്ള ഒരു സാഹചര്യം, പ്രാർത്ഥിക്കാനുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? ഈ കുട്ടിയെ സക്കരിയ നബി അലൈഹിസ്സലാം ഏറ്റെടുത്തു. അങ്ങനെ അന്നത്തെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിൽ പെണ്ണുങ്ങൾക്ക് താമസമല്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ബൈത്തുൽ മുഖദ്ദസിൽ താമസിക്കേണ്ടി വന്നു. ഒക്കെ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരമാണ്. അങ്ങനെ മറിയം റളിയല്ലാഹു അൻഹയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ അന്നത്തെ ബൈത്തുൽ മുഖദ്ദസിൽ ഇമാമും സക്കരിയ നബി അലൈഹിസ്സലാമാണ്, പ്രവാചകനും അവരാണ്. ഈ കുട്ടിയുടെ ഒരു ബന്ധു കൂടിയാണ് സക്കരിയ നബി അലൈഹിസ്സലാം. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ കുട്ടി ആ കാലഘട്ടത്തിൽ കിട്ടാത്ത, ആ ഒരു സീസണിൽ കിട്ടാത്ത പഴങ്ങൾ ഭക്ഷിക്കുന്നത് സക്കരിയ നബി അലൈഹിസ്സലാം കണ്ടു. അപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, കാലയാ മറിയമു അന്നാ ലക്കി ഹാദാ, മറിയമേ എവിടുന്നേ ഈ പഴം കിട്ടിയത്? അപ്പോൾ മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാലത്തു മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹു തആലയുടെ ഭാഗത്ത് നിന്നുള്ളതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹ് കണക്കില്ലാതെ കൊടുക്കുമല്ലോ. ആ സമയത്ത് ഇങ്ങനെ അത്ഭുതകരമായൊരു കാഴ്ച സക്കരിയ നബി അലൈഹിസ്സലാം കാണുകയാണ്. ആ സമയത്ത് സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, ഹുനാലിക ദഅ സക്കരിയ റബ്ബ, സക്കരിയ നബി റബ്ബിനോട് പ്രാർത്ഥിച്ചു, ഖല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, ഒരു സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് നൽകണേ റബ്ബേ, ഇന്നക സമീഉദ് ദുആ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അപ്പം അള്ളാഹുവിൻ്റെ സന്ദേശം വന്നു, ഫനാദത്തുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. നിങ്ങൾക്കൊരു മകനുണ്ടാകുമോ? ഒരു സ്വാലിഹായൊരു മകനാണ്. അപ്പോൾ സക്കരിയ നബി ചോദിച്ചു, കാല അന്നാ യകൂനു ലീ വലദ്, എനിക്ക് എങ്ങനെ മക്കളുണ്ടാകും? വഖദ് ബലഗനിയൽ കിബർ, എനിക്ക് ഒരുപാട് പ്രായത്തിലേ, അംറായത്തി അക്കിറു, എൻ്റെ ഭാര്യ മച്ചിയല്ലേ. അപ്പോൾ കാല മലക്ക് പറഞ്ഞു, കദാലിക അല്ലാഹു യഫ്അലു മാ യശാ, അള്ളാഹ്ക്ക് ഇതൊന്നും ഒരു പ്രയാസമല്ല, അള്ളാഹു ഇതിനൊന്നും ഒരു പ്രയാസം റബ്ബിനില്ല. അപ്പോൾ സക്കരിയ നബി ചോദിച്ചു, കാല റബ്ബി ഇജ്അൽ ലീ ആയത്ത്, ഒരു ദൃഷ്ടാന്തം എനിക്ക് കാണിച്ചു തരൂ അള്ളാഹു, എനിക്ക് മകനുണ്ടാകുമെന്നുള്ളൊരു ദൃഷ്ടാന്തം. അപ്പം അള്ളാഹു കാണിച്ചു കൊടുത്തു, കാല ആയതുക അല്ലാ തുകല്ലിമന്നാസ സലാസത അയ്യാം, 3 ദിവസങ്ങൾക്ക് ഇനി മിണ്ടാൻ കഴിയൂല, 3 ദിവസങ്ങൾ സംസാരിക്കൂല. അതുതന്നെയാണ് നിങ്ങൾക്ക് മക്കളുണ്ടായി എന്നുള്ളതിൻ്റെ അടയാളം. ഇല്ല റംസ, അത് ഖുറബ്ബക കസീറൻ വസബ്ബിഹ് ബിൽ അശി വൽ ഇബ്കാർ. ഈ ഒരു സാഹചര്യം സക്കരിയ നബി അലൈഹിസ്സലാം ഒരു സന്താനം ആഗ്രഹിച്ചു, വാർദ്ധക്യത്തിൽ അത് കൊടുത്തു. എങ്ങനെയാണ് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ദുആന് ഉത്തരം കിട്ടിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
സൂറത്തു മറിയമിലും അല്ലാഹു തആല ഈ ഒരു വിഷയം തന്നെ പറയുന്നു. എനിക്ക് മകനുണ്ടാകുമെന്നുള്ള സന്തോഷം എങ്ങനെയാണ്? 3 ദിവസം മിണ്ടാതിരിക്കണം. മറിയം റളിയല്ലാഹു അൻഹക്ക് ഈസാ അലൈഹിസ്സലാം എന്നുള്ള ഒരു സന്താനം ഉണ്ടായി. അതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാമിന് ഒരു സന്താനം ഉണ്ടായി, യഹ്യ എന്ന് പറഞ്ഞ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വലിയ പാടാണ്, വലിയ സന്ദേശമാണ് നമുക്കിതൊക്കെ നൽകുന്നത്. അല്ലാഹു തആല നമ്മൾ നിരാശരാക്കില്ല. നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും എന്നതിൻ്റെ തെളിവല്ലേ ഇത്? ഖുർആൻ പറഞ്ഞൊരു സംഭവമല്ലേ? അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.